ഉണ്ടാക്കില്ല പൈസ പൈസ ഞാൻ ഈ വീട്ടിൽ പൈസ നിങ്ങൾ എന്തായാലും എന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കില്ല പൈസ ഞാൻ ഷൂട്ട് പോലും ഞാൻ ഉറക്കം ആരും നോക്കത്തില്ലേ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രേണുസുതിക്ക് ബിഗ് ബോസിൽ കിട്ടണമെന്നാണ്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനൊരു ചെറുതായിട്ടൊരു സഹായം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഈ അവഹേളിക്കുന്ന പോലെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത്. ഇതിപ്പം മറ്റുള്ളവർ ആരും ഇത് ഇവിടെ എടുക്കത്തൊന്നുമില്ല. എനിക്ക് സൂചാറിൻ്റെ സ്മെല്ല് തോന്നുന്ന അല്ലെങ്കിൽ മണക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ജസ്റ്റ് മണപ്പിക്കാതെ അടിക്കാനൊന്നും പറ്റത്തില്ല. അടിക്കാവുന്ന സാധനമല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യം. ഈ ഒരു വീഡിയോ എന്നല്ല, ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഞാൻ ഇപ്പോഴും പറയുന്നു, അത് കാരണം ഈ ലോകം അങ്ങ് മാറിയേക്കാം, ഇവിടുത്തെ മനുഷ്യർ മാറിയേക്കാം എന്നുള്ള ഒരു ചിന്തയും വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല, ഒരു മുൻവിധി വെച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല. കുറച്ച് മനുഷ്യരുടെ, കാരണം ഞാൻ കുറേ അധികം വായിക്കാറുണ്ട്. വായിക്കുന്നതിനകത്ത് മനുഷ്യരെ കുറിച്ചാണ് വായിക്കുന്നത്. അതിൽ കൂടുതലും നമ്മുടെ ചുറ്റുപാട് കാണുന്ന മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനായിട്ടൊക്കെ വരുന്നത്. ഡിസ്കഷനൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞു, ഞാൻ വീഡിയോയിൽ അഭിപ്രായം പറയുന്നു. പരമാവധി എൻ്റെ വാക്കിൽ നിന്നും ഒരിക്കലും ഒരാൾക്ക് ഒരു മോശമായൊരു സംഭവം ഉണ്ടാവരുതെന്നുള്ള ഒരു വ്യക്തമായൊരു നിഷ്ഠയോടുകൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നേരം കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ആരും കാണരുത്. ദയവായി താല്പര്യമുള്ളവർ മാത്രം കാണുക. ചിലരെങ്കിലും വിചാരിക്കും മൊറാലിറ്റി മറ്റത് മറിച്ചത്, അതൊന്നും എൻ്റെ വീട്ടിലില്ല. ഞാനങ്ങനെ വലിയ ഒരു സമൂഹത്തിൽ മൊത്തം നല്ലതാക്കി മാറ്റിക്കളയാമെന്നൊരു ചിന്തയുള്ള ആളുമല്ല. ഞാനൊരു നല്ല 100% പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തിയുമല്ല. അതുകൊണ്ട് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ മാത്രം കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതലുണ്ട്. നമ്മുടെ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണ്. അതിനകത്ത് കുറച്ചധികം പ്രശ്നങ്ങൾ ആണ് ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് വന്നിട്ടുള്ളത്. അതെന്താണെന്നുള്ള കാര്യം, അവരെ കളിയാക്കിയതിന് ഒരു മറുപടി വീട്ടിൽ കയറി കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ മറ്റേ പെർഫ്യൂം, സുധിയുടെ ആ പെർഫ്യൂമിൻ്റെ ഒരു കാര്യം ഡിസ്കഷൻ വരുന്നു. അതോടൊപ്പം തന്നെ അവർ റീസെൻ്റായിട്ട് ഒരു റീലൊരു പയ്യനുമായിട്ട് ചേർന്ന് ചെയ്ത ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തി ദയാച്ചോ ആ പുള്ളിക്കാരത്തിൽ നിന്ന് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷൻ, പിന്നെ അവരുടെ വീട്ടിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കാണുക. നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം. ഇപ്പോൾ രേണുസുതിയെ എന്തോ കളിയാക്കിയോ പരിഹസിച്ചോ ഒരു വീഡിയോ ചെയ്ത് ആൾക്കാരുടെ വീട്ടിലേക്ക് രേണു പോകുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പ്ലാൻഡ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയൊന്നും അറിയത്തില്ല. ഞാനത് കണ്ടു നോക്കാം. നിങ്ങൾ കണ്ടു നോക്കും. അറിയാവോ നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണി തന്നല്ലോ. അതെ, കോമഡി ഒക്കെ ആയിരിക്കും. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രണസൂനയും മറ്റേ സുനയും ഇതാണ് കോമഡി. കൊറേ കാശ് ഉണ്ടാക്കില്ല പൈസ ഞാൻ ഈ വീട്ടിൽ പൈസ നിങ്ങൾ എന്തായാലും എന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കില്ല പൈസ ഞാൻ ഷൂട്ട് പോലും ഞാൻ ഉറക്കം അടച്ച് ഞാൻ വന്ന ഷൂട്ട് പോലും നിർത്തിട്ട് ഞാൻ വന്നാൽ എനിക്ക് പൈസ വേണം. ചേച്ചി എവിടെ തന്നെ വന്നോടെ നിർത്തും. നജീമല്ലേ പൈസ ഇതാണ് കോമഡി. ഓക്കെ, അപ്പം ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് ട്രോളിലൊക്കെ വരുന്നത് ഇവർ വീട്ടിൽ കയറി പണി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ശേഷമുള്ള സംഭവത്തിനകത്ത് പിന്നെ ഒരു കാര്യം, ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിക്കുന്നതല്ല. ഇപ്പം നമ്മൾ പരിഹാസം എന്നല്ല, ആക്ഷേപഹാസ്യം എന്നുള്ളൊരു സംഭവം സെഗ്മെൻറ്റിൻ്റെ അകത്ത് നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുകയും ചിലത് വ്യക്തിഹത്യയിലേക്ക് പോകുമ്പോഴാണ് ആൾക്കാർക്ക് ഇറിറ്റേറ്റഡ് ആവുക, അവർ പ്രതികരിക്കുന്ന സാഹചര്യം വരുന്നത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി അറിയാമല്ലോ. എന്തുകൊണ്ട് അയാൾ ഇപ്പോൾ ഫീൽഡ് ഔട്ട് നമ്മുടെ ഈ മൊത്തത്തിൽ മാറി നിൽക്കുന്നു എന്ന് വെച്ചാൽ പല കഥാപാത്രങ്ങളെയും പല വർത്തമാനങ്ങളെയും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പോലും ഒരു തരത്തിൽ സാമൂഹികമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ രാഷ്ട്രീയം, എല്ലാവരും ചിന്തിക്കുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇട്ട ഡ്രസ്സിൽ രാഷ്ട്രീയമുണ്ട്, കണ്ണടയിൽ രാഷ്ട്രീയമുണ്ട്, എൻ്റെ തലമുടിയിൽ രാഷ്ട്രീയമുണ്ട്, സംസാരത്തിൽ രാഷ്ട്രീയമുണ്ട്, നോട്ടത്തിൽ, ഭാവത്തിൽ, പെരുമാറ്റത്തിൽ, എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. അത് വിശാലാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കണമെന്ന് മാത്രം. സോ അങ്ങനെ ഇവർ ഈ സ്ഥലത്തേക്ക് പോയി അവരുടെ ഒരു അവസ്ഥ ഒരു സൈഡിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ കൊടുത്തേക്കുന്ന ഇൻഡയറക്റ്റ്ലി അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ടാർണിഷ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ഇൻഡയറക്റ്റ്ലി കൊട്ടുന്നതാണ് ഈ സാധനം.
ഈ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരുമായിട്ട് ചേർന്നുകൊണ്ട് രേണുസുതിയുടെ 1-2 വീഡിയോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതാണെന്ന് തോന്നുന്നു. ജൂഹി ചൗളയെ രേണു ഹരിക്കും കിണ്ണനുമൊപ്പം നേരത്തെ ആ വീട്ടിലുള്ള ആൾക്കാർ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേ ഇപ്പോൾ. ഞാൻ വേറെ ഒന്നും തോന്നരുത്, സീരിയസ്ലി ഞാൻ പറയാം. എന്താ ഇല്ലേ, ഇപ്പോൾ അവർ ഒത്തിരി മാറി വരുന്നുണ്ട്. മാറി വരട്ടെ ഇല്ലേ, ജീവിക്കട്ടെ. ജീവിക്കട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ, അവരവരുടെ ഇഷ്ടം വെച്ചിട്ട് ജീവിക്കട്ടെന്ന് നമുക്ക് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. മനുഷ്യരല്ലേ, ജീവിക്കട്ടെ. ഞാനും യേശുക്രിസ്തു ഞാൻ പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയുമെന്ന് പറയുന്ന ആ ഒരു വാക്കിനെക്കാട്ടിലും വലുതല്ല മറ്റൊന്നുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുക്രിസ്തു മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഖുറാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര അത്രയും വളർന്നാലും അതിനെക്കാട്ടിൽ അഹങ്കാരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വളർച്ചയ്ക്ക് എന്തോ ഇതില്ലെന്ന് ഖുറാനിൽ അങ്ങനെ എന്തോ ഒരു എന്തോ സംഭവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുള്ള മുമ്പാണ്. എനിവേ, നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെന്നുള്ള വ്യക്തി മാത്രമാണ് പെർഫെക്റ്റ്. നമ്മളെന്നുള്ള വ്യക്തിയുടെ രീതികളാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നതും മാത്രമാണ് എല്ലാം പെർഫെക്റ്റ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ നല്ലതെന്ന് നമ്മൾ പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. നമ്മൾ നല്ലതെന്ന് പറയാൻ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ നല്ലതാണോ? നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി ചോദിച്ചാൽ മതി, നമ്മൾ നല്ലതാണോ? അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മൾ നല്ലതും മറ്റുള്ള ചീത്തയെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് സമൂഹത്തിൽ നമുക്ക് എല്ലാത്തിനും കുറ്റം കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലും നമ്മുടെ മനസ്സിനകത്തുള്ളത് തന്നെയാണ് പലയിടത്തും പ്രകടമായിട്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതവിടെ വിടാം. അതിനുശേഷം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഇപ്പം രേണുസുതിയുടെ അദ്ദേഹത്തിൻ്റെ 2ാം ആണ്ട് ഓർമ്മ ദിനമാണ് കേട്ടോ. ഇതാണ് സുധിയുടെ മണമുള്ള പെർഫ്യൂം, വിവാദമായ ആ പെർഫ്യൂം ഇവിടെ അതായത് അദ്ദേഹത്തിന്റെ പടത്തിന്റെ മുമ്പിലുണ്ട്. അത് പറയുന്നത് കേൾക്കണം. വലിയ ഗിഫ്റ്റാട്ടോ എനിക്കത്. കാരണം ഈ അവഹേളിക്കുന്ന പോലെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത്. ഇതിപ്പം മറ്റുള്ളവർ ആരും ഇത് ഇവിടെ എടുക്കത്തൊന്നുമില്ല. എനിക്ക് സൂചാറിൻ്റെ സ്മെല്ല് തോന്നുക അല്ലെങ്കിൽ മണക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ജസ്റ്റ് മണപ്പിക്കാതെ അടിക്കാനൊന്നും പറ്റത്തില്ല. അടിക്കാവുന്ന സാധനമല്ല. അവരത് പറഞ്ഞത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി അവരുടെ അപകടം നടക്കുന്ന സമയത്തോ അദ്ദേഹം ശരീരത്തിനകത്ത് ഇട്ടിരുന്ന ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ അതേ ഗന്ധം മറ്റൊരാൾ പുനർസൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ അകത്തുള്ള അതേ എക്സാക്റ്റ് മണം തന്നെ ആയിരിക്കും. മണം എന്ന് പറഞ്ഞാൽ എന്താ, സ്മെല്ല്. അതിൽ ബാഡ് സ്മെല്ലാണെങ്കിലും അത് എന്തുമാത്രം നല്ല സ്മെല്ലായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സ്മെല്ല് അത്രത്തോളം നല്ലതല്ല എന്ന് ആ ഒരു സ്ത്രീ പറയുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറ്റം കണ്ടെത്താം. നിൻ്റെ ഭർത്താവിൻ്റെ മണം നിനക്ക് മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ കണ്ട സമൂഹത്തിൻ്റെ അകത്തുള്ള എത്ര പേരുടെ സ്വന്തം ഭാര്യമാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കാമുകിമാരെ പ്രിയപ്പെട്ടവരുടെയൊക്കെ എത്ര പേരുടെ സ്പ്രേയോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? സോ എന്തായാലും ലക്ഷ്മി നക്ഷത്രം അന്ന് ചെയ്തതിനെ ഞാൻ ഇന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് അങ്ങനെ ചിലരുടെ നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു പോക്ക് പോകുമ്പോൾ അവരെ ഒന്ന് പുണരാൻ അവരുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഓർമ്മകൾ നിലനിർത്തുന്നത് മരണപ്പെട്ടതിന് ശേഷം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ജീവിച്ച് മരിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു പാർട്ട് കഴിഞ്ഞു പോയാൽ അതിന് മൂവ് ഓൺ ചെയ്ത് അടുത്ത വഴിയിലേക്ക് പോകണമെന്നുള്ളതാണ്. കാരണം ജീവിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യവും അതിജീവിക്കണം എന്നുള്ള കാര്യം ഞാനും ഒക്കെ മനസ്സിലാക്കണം. അല്ലാതെ ഓർമ്മകളിലും വേദനകളിലും മാത്രം ജീവിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ജീവിതമില്ല. അങ്ങനെ ഒരു ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കുന്നൊരർത്ഥവുമില്ല. സോ അപ്പം ഇങ്ങനെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ എന്തിനാ ഇവരെ പറയുന്നത് വളരെ കഷ്ടം. ഒരുപാട് പേര് ഇപ്പം മാറി ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് രേണുസുതിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ലതായിക്കോട്ടെ. ഇനി നമുക്ക് നേരെ ഈ യൂട്യൂബിൻ്റെ അകത്ത് വന്ന ഇവർക്കെതിരെ ഒരു വിമർശനവുമായിട്ട് വന്നിട്ടുള്ള ദയാ അശ്വതി തന്നെ അവരുടെ പേര്, ദയാ അച്ചു എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്. അവരുടെ ഒരു വിഷയം, അവർ കളിയാക്കിയ സംഭവത്തിനെ നമ്മുടെ രേണുസുതിയോടൊപ്പം വീഡിയോ ഒക്കെ ചെയ്തൊരു പയ്യൻ അവൻ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഹായ് ദയാച്ചു. ദയാച്ചുവിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. എന്നെ കുറിച്ചാണ് വീഡിയോസ്. പറയൂ മോളെ, പറയൂ. പറഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാടവള്ളികൾ വന്നിട്ട് എനിക്കൊരു നല്ല താങ്ങ് തന്നു. അല്ല, ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരുപാട്
പെൺകുട്ടി വാരി കൊടുക്കുന്നത് ഞാൻ ഇന്നുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ഗൈസ് കാരണം രഞ്ജിത്തിന്റെ അടുത്തും രഞ്ജിത്ത് പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാഴ്ച നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി ഉണ്ട്. കാരണം ദയാഴ്ച ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു പിടി അല്ല, ഇതിനകത്ത് ദയാച്ചു എന്തിനാ വന്ന് മനസ്സിലാവുന്നില്ല. മേ ബി അവർക്കും ഇപ്പം റിയാക്ഷൻ വീഡിയോയിലും ഉണ്ടോ, റിയാക്ഷൻ ചാനലുണ്ടോ, എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം രേണുസുതി ഓക്കെ, ഇത് ഈ പയ്യൻ ഇവരുടെ കൂടെ അഥവാ രേണുസുതിയുടെ കൂടെ ഈ അടുത്ത് എന്തോ ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത്, രേണുസുതിയുടെ ഏത് സംഭവിച്ചതായാലും വൈറലാകുമല്ലോ. കാരണം തെറിവിളികൾ ഒരുപാട് വരുന്നത് കൊണ്ട് അത് റീച്ച് പെട്ടെന്ന് വരും. അപ്പം അങ്ങനെ ഈ പയ്യൻ ഭയങ്കരമായിട്ട് റീച്ച് ആയി. ഒരുപാട് വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ രേണുസുതിയുടെ കൂടെ ചെയ്ത വീഡിയോയിലൂടെ ഭയങ്കരമായിട്ട് റീച്ച് ആയി പുള്ളി. ഓക്കെ, അതിനുശേഷം ദയച്ച് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് കയറി കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാമെന്നാണ്. അപ്പോൾ വാരി കൊടുക്കുന്നത് കണ്ടില്ല എന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. ബാക്കിയാക്കാം ഗൈസ്. വിളിച്ചിട്ട് മുതല വാ വിളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഗൈസ് കാരണം പറയാം, എനിക്ക് തോന്നുന്നു ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. കാരണം വേറൊരാളുടെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കും തുറന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്ന സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കില്ലാന്ന്. എനിക്ക് തോന്നുന്നു മേഡത്തിന് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക്. രേണുസുതിക്ക് പുള്ളിക്കാരൻ വാരി കൊടുത്തത് ക്യാമറയിൽ കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ടിങ് ആയിരിക്കും, അതൊരു മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചതായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാണിക്കേണ്ട കാര്യം, ആര് ചോദിക്കേണ്ട കാര്യമില്ല, അത് പറയേണ്ട കാര്യം അദ്ദേഹത്തിനുമില്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിന്റെ അകത്ത് അയാൾ എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അയാളല്ലേ. അത് ഈ ഇദ്ദേഹത്തിന് എന്ത് പറ്റി, പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ എന്ത് പറ്റി? ദയാച്ചുവിന് നോക്കി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരടുത്ത് വെളിയിൽ കടന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്നുള്ളത്. ഓക്കെ, ഇതിനെ കൊണ്ട് കാര്യമില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ചെയ്യത്തില്ല. അതേപോലെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണോറടങ്ങുന്നവരെ ഈ നമ്മുടെ ഒരു നടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആട്ടുന്ന അവരുടെ പേര് ഞാൻ മറന്നു. നല്ലൊരു ഒന്നാമതൊരു ആട്ടുന്ന ഒരു അഭിനേത്രിയുണ്ടല്ലോ, എന്തൊരു കുളപ്പുള്ളി ലീലയോ, ആ ഒരു തരത്തിലേക്കുള്ള സംഭവം മുടുങ്ങി പടാറോടെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവരാരെങ്കിലും ഈ പറഞ്ഞ രേണുസുതിയാണെങ്കിലും ഈ പയ്യനാണെങ്കിലും ഈ പറഞ്ഞ ദയാച്ചുവിനും വല്ലതും ചെയ്തിട്ടുണ്ടോ? അവരെന്തെങ്കിലും മോശപ്പെടുത്തിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇത്രയൊക്കെ പറയാനുണ്ടോ ഒരാളെ? എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യം? ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞില്ല. കാരണം ഈ സാധനം ഇതിന്റെ ഫാമിലി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിന് ഈ സാധനം എന്നുള്ള വിളി അതും ഒഴിവാക്കാമായിരുന്നു. അത് എന്തിനാണ് ഈ സാധനം എന്നുള്ള വിളി? സാധനം എന്നുള്ള വിളിക്ക് വേറെ പല അർത്ഥങ്ങളുണ്ട്. രണ്ടും കൊള്ളാം. പാവം കാരണം കൊണ്ട് ഇതിന് ഒഴിവാക്കി പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള സാധനത്തിനെ കുടുംബത്തിലല്ല ഒരു 3-4 വീടിന്റെ അപ്പുറത്ത് കേൾക്കാൻ കൂടില്ല. ഇതാണ് ഓക്കെ ഈ ഒരു സംഭവം. അപ്പോ ബാക്കി കേൾക്കാം. ഇങ്ങനെയുള്ള തൊലിച്ച് പാടി കഴിഞ്ഞാൽ ഗൈസ് ഇത് മോശമായിരിക്കും. എന്നാലും പാടിക്ക് ചോദിച്ചു ഞാൻ കേൾക്കണ്ടേ. കുണുവാവിയോ ഗൈസ്? ഞാനൊക്കെ കുണുവാവ എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ എനിക്ക് 29 വയസ്സ് 30 വയസ്സുള്ളൂ. അപ്പൊ ഇതിന് എന്താ പറയാ, മുതുക്കളവിയെന്നോ വേറെ പറയും. ഞങ്ങളുടെ പാലക്കാടൻ പറ്റി മുത്തിയപ്പന്മാര് പറയും മുതുമുത്തിയമ്മ, ആ സാധനം പോലെ തോന്നുന്നു. ഈ ഡൈറ്റ് അടിച്ച് വന്നേക്കോ. ബാക്കി കേൾക്കാതെ. ഓക്കെ, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പൂരം അധികം കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് ഇത് ഔട്ട് ഓഫ് ദ കോർട്ട് പരിപാടിയാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവർ കേസ് കോഷ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് അടിച്ചു തീർക്കട്ടെ. ഇനി അടുത്തത് സുധിയുടെ ആണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നേക്കുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഒരുപാടുണ്ട്. കാരണം അവരുടെ സിസ്റ്ററോ അല്ലെങ്കിൽ എന്തോ വരുമ്പോൾ അവരിങ്ങനെ പറയത്തില്ല. പറയാതിരിക്കാൻ നിവർത്തിയില്ല. രേണുസുതി ഇപ്പോൾ ഇച്ചിരി കൂടെ നല്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ കളി പറഞ്ഞതല്ല. ഇവരെ ചിലപ്പോൾ കുറച്ച് നാളോടെ കഴിയുമ്പോഴേക്കും, ഞാൻ കുറച്ച് ഒരു മാസത്തിന് മുമ്പ് തൊട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളോടെ കഴിയുമ്പോഴേക്കും ഇവരെ സമൂഹം അക്സെപ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ മൊത്തത്തിൽ ഇവരെ എതിർത്ത് പറയുന്നത് അത് ഇവർക്ക് ഗുണം ചെയ്യുന്നൊരു സമയം ഇനി വരും. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ അത് താഴെ പോകുമെന്നുള്ള കാര്യം, അതൊക്കെ രേണുസുതിയുടെ പ്രവൃത്തിയും മറ്റുള്ള മുന്നോട്ടുള്ള പോക്കുകളുള്ള കാര്യങ്ങളും പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, അവിടെ സെയിം ചടങ്ങാണ്. രണ്ട് ചടങ്ങും കൂടാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ അപ്പോൾ അവിടെ നേരത്തെ തീരുമാനം ഹാജരായി കയറി വരാമെന്ന് പറഞ്ഞു. സെയിം ഇവിടെ നമ്മൾ പള്ളിയുടെ രീതി ചടങ്ങ് കാരണം ഇവിടെ എല്ലാം നടത്തി. ഇവിടെ അതുപോലെ അവർ ബലി ഇട്ടായിരുന്നില്ല. എല്ലാ മാസം 10 ബലി ഉണ്ടായിരുന്നു. അവരും അവിടെ ക്രിസ്ത്യൻ അതുപോലെ തന്നെ ഹിന്ദു രണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മരണാനന്തര ചടങ്ങുകൾ എന്താണ് ആണ്ട് ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ കാര്യം കേട്ടോ. അത് വിശ്വാസമുള്ളവർക്ക്, വിശ്വാസം ഇല്ലാത്തവർക്ക് അത് വേണ്ട. വിശ്വാസമുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ആണ്ട് ബലി, അതുപോലെ തന്നെ ഓർമ്മ ദിനം,
ക്രിസ്ത്യൻസിനും എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇസ്ലാമിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓർമ്മ ദിനം ഉണ്ടോ ഇസ്ലാംസിൽ? എനിക്ക് ഇസ്ലാമിൽ മരണത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം ചടങ്ങുകളായിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അറിയുന്നവരെന്ന് കമൻറ്റ്, എൻ്റെ അറിവില്ലായ്മയാണ്, ചോദിക്കുകയാണ്. ആ ഒരു മുഖമാണ് എനിക്ക് പെട്ടെന്ന് ലാസ്റ്റ് എന്നോട് യാത്ര പറഞ്ഞു പോയാൽ അവിടെ നമ്മളിപ്പം ഇവരെ രേണുസുതിയുടെ നാട്ടുകാരും ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇവരെ അറിയുന്നവരും ഇവരെ വ്യക്തിപരമായി അറിയുന്നവരും ഇവരോട് അടുത്ത് നിന്നവരും അടക്കം പല ആൾക്കാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ മറഞ്ഞു നിൽക്കുന്ന സൂര്യൻ തെളിഞ്ഞു വരാം, തെളിഞ്ഞു നിൽക്കുന്ന സൂര്യൻ മറഞ്ഞേക്കാം. അതൊക്കെ കാലം അതൊക്കെ മാറ്റം വരുത്തി ചെയ്യട്ടെ. പക്ഷേ നമ്മളൊരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് നമ്മളായിട്ട് അതിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രമാണ്. ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടോ? ആരും ഇപ്പോഴത്തെ കാലത്ത് ഫ്രീ ആയിട്ടോ അല്ല ഒന്നും കാണാതെ ആരും ഒന്നും തരത്തില്ല. അവർ കുഞ്ഞുങ്ങളെ വളർത്തണം, ജീവിക്കണം. അതിന് അവൾക്ക് ഇറങ്ങി പറയുന്നത് അവരുടെ ഇഷ്ടം, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രേണുസുതിക്ക് ബിഗ് ബോസിൽ കിട്ടണമെന്നാണ്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനൊരു ചെറുതായിട്ടൊരു സഹായം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടാൻ പ്രാർത്ഥിക്കാല്ലേ? അവന് 18 വയസ്സായപ്പോഴാണ് ഏട്ടൻ പോയതപ്പം കിട്ടുമെങ്കിലെന്നല്ല, ഈ സീസണിൽ രേണുസുതി ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടാവും. ആസ് എ പേഴ്സൺ ഇത്രയും നാളത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതിലൂടെ സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 99.99% ആ ബാക്കി വരുന്ന ഒരു 0.1% ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് ഈ പുള്ളിക്കാരത്തി അവിടെ ഇല്ലാതിരിക്കാനുള്ള സാധ്യത. ബാക്കി ഈ 99.99% ഇവരോട് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 99.99% ഒരു സംഭവം വെച്ചിട്ട് ഇവരത് കേൾക്കുവാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇവർ കേൾക്കുവാണെങ്കിൽ ആ 0.1% നിങ്ങൾ പോകാതിരിക്കാനുള്ള സാധ്യത അത് സാധിക്കട്ടെ, അല്ലെങ്കിൽ അതായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് പറയാൻ പറ്റത്തില്ല. ബിബിയാണ്. കാരണം പുറത്ത് വരുന്നത് അകത്തുള്ളതൊന്നും ആവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് കുറച്ച് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കുറച്ചുകാലം മുന്നോട്ട് പോകാം. പക്ഷേ ഇതിനപ്പുറം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശോഭിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ്സിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിലപ്പോൾ വന്നേക്കാം, അതും സാധ്യതയുണ്ട്. പക്ഷേ ബിബി ഇരുതര മൂർച്ചയുള്ള ആളാണ്. ഒരാളെ കൂടുതലും വെട്ടി വീഴ്ത്തപ്പെട്ട ജീവിതങ്ങളാണ് ബിബിക്കകത്ത് പോയിട്ടുള്ളത്. പക്ഷേ രക്ഷപ്പെട്ടൊന്നും ഒരുപാട് പേരുണ്ട്. അതിൽ ചിലപ്പോൾ ഒരാളായിട്ട് മാറിയേക്കാം മേ ബി. ഓക്കെ. അന്നും ഈ 2 കുഞ്ഞുങ്ങളെയും എന്നെയും വരെ കുഞ്ഞു പോലാണ് ആൾ കണ്ടത്. എന്ന് പറയും കിച്ചു വലിയ കുട്ടിയായി, അവന് വണ്ണമൊക്കെ ഉണ്ടാകും, അതൊക്കെ കുറഞ്ഞിട്ടാണ്. എല്ലാവരും സങ്കടത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ രേണുവിൻ്റെ ആദ്യ വിവാഹമായിരുന്നു. അപ്പം സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു. അപ്പം രേണുവിൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു വിവാഹത്തിൽ? ഇല്ല, ആദ്യമൊക്കെ എതിർപ്പ് അറിയില്ലല്ലോ, സുധിച്ചേട്ടനെ അറിയില്ലായിരുന്നു. പിന്നെ സുധിച്ചേട്ടനെ കണ്ടപ്പം സുധിച്ചേട്ടൻ എന്നെക്കാളും കൂടുതൽ അവരെടുത്താണ്, സുധിച്ചേട്ടൻ്റെ അടുത്താണ്. കാരണം അവർ സുധിച്ചേട്ടൻ്റെ ഇവിടുത്തെ അമ്മ പപ്പ ചേച്ചി. എന്തായാലും ഒരാളുടെ ഓർമ്മദിനത്തിൽ അവരുടെ മുൻകാല വിവാഹങ്ങളെക്കുറിച്ച് കഥ പറയേണ്ട ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു ചോദ്യത്തിനോട് പ്രതികരിച്ചില്ല. ഇനി എന്തായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത് ഇനിയും കോൺട്രവേഴ്സി കൂടും. ലൂപ്പ് സ്റ്റാർട്ടായി കഴിഞ്ഞു, ഇനി ആ കോൺട്രവേഴ്സീസ് കൂടും. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരുപാട് റിയാക്ഷൻ ചാനൽസിലേക്ക് ഇനി രേണുസുതി അടക്കമുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒരുപാട് വരും. ആരുടെയും കുറ്റം വരുന്നില്ല, അത് കോണ്ടൻ്റായിട്ട് ഇനി കയറി വരും. അതുകൊണ്ട് ദയവായി ഞാനിപ്പോഴും പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തികളുടെയും നിങ്ങളുടെയോ എൻ്റെയോ മറ്റുള്ളവരുടെയോ ആരുടെയും ജീവിതത്തിൻ്റെ അകത്തുള്ള വ്യക്തി ജീവിതങ്ങളെ പബ്ലിക് ആക്കുന്നതിനപ്പുറം നമ്മളായിട്ട് പോയി ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരായിട്ട് എന്തെങ്കിലുമൊക്കെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഡിസ്കഷനൊക്കെ വരും. അതർവൈസ് ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.